അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന ആളുടെയും മുമ്പിലുള്ള മറയുടെയും ഇടയിലൂടെ നമ്മളൊരാൾ നടക്കുന്നത് ഹറാമാണല്ലോ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ജുമാ കഴിഞ്ഞാൽ നമ്മളെ ബക്കറ്റ് പിരിവ് ഉണ്ടാവും പല സ്ഥലങ്ങളിലും. അപ്പോൾ അതൊരു സഫിൽ നിന്ന് ഒരറ്റത്ത് നിന്ന് ഒരാൾ അതിൽ പൈസ ഇട്ട് പിന്നെ അങ്ങനെ നീക്കി അടുത്താൾ നീക്കി പോവല്ലേ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നീക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ സുന്നത്ത് നിസ്കാരത്തിന് നീച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ മുമ്പിലൂടെ ഈ ബക്കറ്റ് അങ്ങോട്ട് അപ്പുറത്തേക്ക് നീക്കുന്നതിന്, അപ്പുറത്തിരിക്കുന്ന ആളുകളിലേക്ക് നീക്കി കൊടുക്കുന്നത് അതും ഈ പറയുന്ന ഹറാമിൽ വരുന്നതാണോ? അതിനെക്കുറിച്ച് എന്താണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്? ഷർത്തൊത്തൊരു മറയുടെ പിറകിൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ നടന്നു പോകൽ ഹറാമാണ്. അപ്പോൾ പിന്നെ കൈനീട്ടൽ, കാല് നീട്ടൽ, അതുപോലെ തന്നെ ബക്കറ്റ് പിരിവുകളൊക്കെ പറ്റുമെന്ന്. ബക്കറ്റ് പിരിവ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളിയാഴ്ച ചില ആളുകളൊക്കെ നിസ്കാരം സലാം വിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടനെ തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നവരെയും കാണാം. ചിലപ്പോൾ ധൃതിയുള്ളവരൊക്കെ സുന്നത്ത് നിസ്കരിച്ച് പെട്ടെന്ന് പോകും. അപ്പം അങ്ങനെയാകുമ്പോൾ ചില സഫുകളിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ എണീറ്റ് നിസ്കരിക്കുന്നുണ്ടാകും. അപ്പോൾ ആ പള്ളി പരിപാലന പിരിവുകൾ പറഞ്ഞിട്ടൊരു ബക്കറ്റ് ഇങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ പോകും. അത് നീക്കി പോകലാണ്. ചില സ്ഥലങ്ങളിൽ പെട്ടി പോലെ ഉണ്ടാകും, അതിന് ചക്രം വെച്ചിട്ട് അതിങ്ങനെ അങ്ങനെയൊക്കെ പോകും. ഇനി മാത്രമല്ല, അപ്പുറം ആളുകൾ ചിലപ്പോൾ കണ്ടുമുട്ടുമ്പോൾ നിസ്കരിക്കുന്നതിന് മുമ്പിലൂടെ കൈ നീട്ടിയിട്ട് സലാം പറഞ്ഞിട്ട് മുസാഫാത്ത് ചെയ്തിട്ട് അതും കാണാറുണ്ട്. ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൈനീട്ടലും അതുപോലെ തന്നെ ബക്കറ്റ് പിരിവ് ഇങ്ങനെ പോവലും മുസാഫാത്ത് ചെയ്യലും ഒക്കെ ഹറാമാണ്, അതും പറ്റൂല, അതൊക്കെ നടത്തം പോലെ തന്നെയാണ് എന്ന് മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിന്റെ നിഹായ വിശദീകരിച്ചുകൊണ്ട് ആശിയത്തുൻ നിഹായിലൊക്കെ മഹാനായ ഇമാം ഷബ്റാൻ മല്ലസി റഹിമഹുല്ല പറയുന്നുണ്ട്. ഇപ്പോൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ നടത്തം ഹറാമാണത് ഉറപ്പാണല്ലോ. അത് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിന്റെ അടുത്ത് നിഹായിൽ പറയുന്ന, നിഹായുടെ 381 പേജിൽ 1-ാം വാള്യം, വസ്വഹീഹു തഹരീമുൽ മുറൂരി ബൈനഹു വബൈന സുത്രത്തി. കണ്ടോ, അപ്പൊ ഇടയിലൂടെ നടത്തം അത് ഹറാമാണ്. അപ്പൊ ഈ മുറൂർ നടത്തം എന്ന് പറയുന്നിടത്ത് ഷബ്റാ മല്ലസി റഹിമഹുല്ല നിഹായെന്ന് വിശദീകരിച്ചു ആശിയത്തുൻ നിഹായുടെ 2-ാം വാള്യം ഇതിന്റെ 63-ാമത്തെ പേജിൽ. അപ്പൊ ഈ നടത്തം പോലെ തന്നെയാണ് അതിൽ പെടുത്തും കൈനീട്ടലും കാലുനീട്ടലൊക്കെ. വയുൽഹഖു ബിൽ മുറൂരി. കണ്ടോ, ഈ നടത്തത്തോട് ചേർക്കപ്പെടും ജുലൂസുഹു ബൈന യദൈഹി വമദ്ദുഹു റിജ്ലൈഹി വൽതിജാഉഹു. കണ്ടോ, കടത്തം, കൈനീട്ടല്, കാല് നീട്ടല് പോലത്തെ കാര്യങ്ങളൊക്കെ എന്താകും, ഇതിൽ പെടുത്തപ്പെടും. അപ്പൊ പിന്നെ ഈ ഖൗലുഹു മദ്ദുഹു റിജ്ലൈഹി, കാല് നീട്ടുക എന്ന് പറയുമ്പോ മിസ്ലുഹു ഇതുപോലെ തന്നെയാണ് മദ്ദു യദിഹി, കൈ നീട്ടൽ എന്തിനു വേണ്ടി, ലിയഖുദ മിൻ ഖിസാനതിഹി മതാഅൻ. ഉണ്ടോ, അപ്പൊ അതെന്നെ പിരിവെടുത്താൻ വേണ്ടി എൻ്റെ ഒരു കാര്യം പിടിക്കാൻ വേണ്ടി സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീക്കി കൊടുക്കും. അപ്പൊ ബക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നീക്കി കൊടുക്കും, അവിടുന്ന് നീക്കി കൊടുക്കും, അല്ല പെട്ടി ഇങ്ങനെ പോകും. ഇതും അതിൽ പെടും എന്ന്. കാരണം ഇതിനൊക്കെ ഇല്ലത്ത് റീസൺ പറഞ്ഞ എന്താ, അന്നഹു യശ്ഗലുഹു വറുബ്ബമാ ശവ്വസ അലൈഹി ഫി സ്വലാത്തിഹി. ഇതൊക്കെ അവന്റെ നിസ്കാരത്തിൽ ഡിസ്റ്റർബാക്കും. അതൊക്കെ അവന്റെ നിസ്കാരത്തിൽ അവനക്കൊരു എൻ്റെ ഖുശൂ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഹറാമാകും എന്നാണ് ഷബ്റാ മല്ലസി റഹിമഹുല്ലൊക്കെ പറയുന്നത്. ഇതന്നെയാണ് മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു തുഹഫ വിശദീകരിച്ചുകൊണ്ട് ആശിയത്തു ഷർവാനിയിലും പറഞ്ഞത്. അതുപോലെ തന്നെ മുസാഫാത്തും അതിൽ കൂട്ടണം എന്ന് ആശിയത്തു ഷർവാനിൽ പറഞ്ഞു. ഷർവാനിയുടെ 2-ാം വാള്യം ഇതിന്റെ 451-ാമത്തെ പേജിലുണ്ടോ, കൽ മുസാഫഹത്തി ലിമൻ ഫി ജംബിൽ മുസല്ല. അപ്പൊ നിസ്കരിക്കുന്നവന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആളുകളുണ്ടാവുമ്പോൾ ഇങ്ങനെ മുസാഫാത്ത് ചെയ്യാൻ വേണ്ടി കൈനീട്ടലും ഇതിൽ പെടും എന്നുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ എന്താകുന്നുണ്ട്, അത് ഹറാമാണെന്ന് പറയുമ്പം മഹാനായ ബാഫദുൽ ഹദറമി റളിയല്ലാഹു അൻഹു മുഖദ്ദമത്തുൽ ഹദറമിന്റെ മുസന്നിഫ്, അവിടുത്തെ ഒരു ശിഷ്യരുണ്ട് ബാഖുഷൈറുൽ ഹദറമി റഹിമഹുല്ല. അവിടുത്തെ ഖലാഇദുൽ ഖറാഇദ് എന്ന കിതാബുണ്ട്, ഫിഖ്ഹിന്റെ കിതാബ് തന്നെ, നല്ല ഒരുപാട് മസ്അലകളുള്ള കിതാബാണ്, 2 വാള്യത്തിൽ. ഇതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ, വലിയ മഹാനായിരുന്നു. ഷാഫി മദ്ഹബിൽ ഉസൂലിയാണ്, ഹദീദി ഫഖീഹാണ്, മുഹദ്ദിസാണ്, അങ്ങനെ ഒരുപാട് എൻ്റെ തലങ്ങളിലുള്ള മഹാപണ്ഡിതനാണ്. മഹാനവറുകൾ ഇതിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 104, 105 പേജുകളിലായിട്ട്
ഈ കൈനീട്ടൽ ഇതിൽ നമ്മൾ പെടുത്തേണ്ടതില്ല. കാരണം ഹദീസിലൊക്കെ വന്ന അടിസ്ഥാനത്തിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട് വായിസു മനഅനൽ മുറൂറ. ഇപ്പൊ നമ്മൾ നടത്തം ഹറാമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതെല്ലാവരും പറയുന്ന പണ്ഡിതന്മാർ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പം ഫഹൽ യജൂസു മദ്ദുൽ യദി ഫീഹി, കൈനീട്ടൽ ഇപ്പൊ ജായിസാകുമോ? കാരണം അല്ലി തനാവുലി ഷൈഇൻ, ഇപ്പൊ ഒരു വസ്തുവിനെ പിടിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ പറയും പോലെ തന്നെ പിരിവർത്താൻ വേണ്ടി എന്നൊക്കെ പറയാം. അപ്പോ ഔ ബസ്തുർ റിജ്ലി, എൻ്റെ കാല് നീട്ടല് ഏതവസ്ഥയിൽ ഫി ഹാലി ആദിമി ഹാജത്തിൽ മുസല്ലാലഹും, ഇപ്പൊ നിസ്കരിക്കുന്ന ആൾ നിന്ന് നിസ്കരിക്കായിരിക്കും, അപ്പൊ ആയിരിക്കും ഈ പറയുന്ന ബക്കറ്റ് പിരിവുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാൾക്ക് അവിടെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതിന്റെ സുജൂദിലാകുമ്പോൾ പിന്നെ അയാൾക്ക് അതിന്റെ തടസ്സമാണ്. അപ്പൊ ഇത് അയാൾക്ക് തടസ്സം എന്ന് പറയാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ അത്തഹ്യാത്തിൽ ഇരിക്കുകയാണ്, അപ്പോഴും ഇങ്ങനെ പോണ സമയത്ത് അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്ക് ആ സ്ഥലം ഒരു സൗകര്യം അതിന്റെ ആവശ്യമില്ലാത്തൊരു സമയത്താകുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു അതിന്റെ കൈനീട്ടലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജായിസാകുമോ എന്ന് ചോദിച്ചാൽ ലാഹിറു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസൊക്കെ ലാഹിറായിട്ട് നമുക്ക് മനസ്സിലായി വരുന്നതൊക്കെ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി വഹിയ മുഅ്തരിളത്തുൻ ബൈന യദൈഹി ഫഇദാ സജദ ഖുബിലത്തു റിജ്ലിഹാനോ, അങ്ങനെ ബുഖാരിയിലെ ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ആയിഷ കാല് ഇതുപോലെ നീട്ടിയിരുന്നു. അങ്ങനെ റസൂൽ സുജൂദിലേക്ക് വരുന്ന സമയത്ത് കാല് ചുരുട്ടി കൊടുത്തിരുന്നു, വീണ്ടും നീട്ടിയിരുന്നു. ഇങ്ങനെ ഹദീസ് നമുക്ക് നോക്കിയാൽ കാണും. ആ ഹദീസ് ബുഖാരിയിലൊക്കെ ഉണ്ട്. അപ്പൊ ആ ഹദീസിന്റെ ഒക്കെ എൻ്റെ അടിസ്ഥാനം നോക്കുന്ന സമയത്ത് യദുല്ലു അലാ ജവാസിഹി, കൈ നീട്ടൽ ജായിസാണ് എന്ന് വരും എന്നുള്ളത് ബാ ഖുശൈറുൽ ഹളറമി റഹിമഹുല്ല അവിടുത്തെ ഇതിൽ പറയുമ്പം ഇത് എൻ്റെ മുഅ്തമദാണ്, ഇതിലൊക്കെ മുഅ്തമദാക്കി വെച്ചത് തന്നെയാണെന്ന് എസ് വെച്ചുകൊണ്ട് മഹാനായ ഇമാം അസ്സഖാഫ് റഹിമഹുല്ല തർശീഹിലും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫതുഹുൽ മുഈൻ വിശദീകരിച്ചുകൊണ്ട് അസ്സഖാഫ് തങ്ങൾ തർശീഹിൽ അത് പറയുന്നത് കണ്ടു. തർശീഹിന്റെ 190-ാമത്തെ പേജിലുണ്ട് വഅ്തമദ ഫിൽ ഖലാഇദി ജവാസ മദ്ദി നഹ്വിൽ യദി ആണോ. ഖലാഇദ് പോലത്തെ കിതാബിലൊക്കെ മുഅ്തമദാക്കിയിട്ടുണ്ട് എന്നാണ് മഹാനായ തർശീഹിലൊക്കെ എൻ്റെ അസ്സഖാഫ് തങ്ങൾ പറയുന്നത്. അപ്പൊ കൈനീട്ടൽ ജായിസാകും എന്നുള്ളത്. എന്നാൽ ഷബ്രാം മല്ലസിയുടെ ഈ പറയുന്ന നമ്മൾ നേരത്തെ വായിച്ച നിഹായുടെ ആശത്തു നിഹായുടെ ഇബാറത്തും ഷർവാനിയുടെ ആശത്തു ഷർവാനിയുടെ ഇബാറത്തും ഒക്കെ വെച്ചിട്ടാണ് പിന്നെയാണ് ഈ പറയുന്ന തർശീഹിൽ ഇത് കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ബാലബി റളിയല്ലാഹുവിന്റെ ബഗിയ വിശദീകരിച്ചിട്ട് 3 പണ്ഡിതന്മാർ കൂടിയിട്ട് അശ്യ ഉണ്ടാക്കി. അതിൽ ഷാത്തിരി ഇമാമിനെ പോലത്തെ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ഈ പറയുന്ന ആശത്തുൽ ബഗിയയിലും ഈ പറയുന്ന രൂപത്തിൽ കണ്ടു. ഇതിന്റെ 1-ാം വാള്യം ഇതിന്റെ 537-ാമത്തെ പേജിലുണ്ടോ വഖാലഫഹും ഫിൽ ഖലാഇദ്. നേരത്തെ പറഞ്ഞ ഷബ്രാം മല്ലസിയുടെ ഇബാറത്തും ഷർവാന്റെ ഇബാറത്തും കൊടുത്തിട്ട് അവരോടൊക്കെ എതിരാണ് കയറി വരുന്നത്. എൻ്റെ ഖലാഇദ് എന്ന കിതാബിലുള്ളതൊക്കെ എതിരാണ് കയറി വരുന്നത് എന്നാണ്. അവിടെ കുഴപ്പമില്ല എന്ന റൂട്ടിലാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇതാ പറഞ്ഞ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബാറത്ത് കണ്ടവരും എന്തായിട്ടുണ്ട്, കൈനീട്ടുന്നതിന് അത്ര പ്രശ്നങ്ങളില്ല, അപ്പൊ അത് ഇത്ര എതിർക്കേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാം, എൻ്റെ നല്ലത് ഒഴിവാക്കുകയാണ്, നിസ്കരിക്കല്ലേ പരമാവധി. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ആ കാലാവസ്ഥ നോക്കിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. അതല്ലെങ്കിലും ഷർത്തൊത്തൊരു മറ, ഒരാൾ ഷർത്തൊത്തൊരു മറയുടെ പിറകിൽ നിസ്കരിക്കുമ്പോഴേ നടക്കാൻ പാടില്ല എന്നുള്ളതോ, മറയൊന്നും ഇല്ലാത്ത ഒരാൾ, ഒരു മറയില്ല ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുന്നിലൂടെ നടക്കാം, അതിന് എന്തില്ല ഹറാമൊന്നുമില്ല, അങ്ങനെ നടക്കാൻ തട്ടാനും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളയിലൊക്കെ പറഞ്ഞു ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം മറ അയാൾക്കില്ലെങ്കിൽ അയാൾ നിസ്കരിക്കല്ലേ എന്ന റൂട്ടിൽ റൗളയിലൊക്കെ നവവി പോയത് നമുക്കറിയാം. ഇതിന്റെ റൗളയുടെ 1-ാം വാള്യം ഇതിന്റെ 300-ാമത്തെ പേജിൽ വലാ യഹ്റുമു ഹീനഇദിൽ മുറൂറു ബൈന യദൈഹി ലാകിന്നൽ ഔലാ തുർക്കുഹു ഉണ്ടാവും. നല്ലത് ഒഴിവാക്കുകയാണ്, നിസ്കരിക്കല്ലേ. അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കുകയാണെന്ന്. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി എങ്ങാനും ഒരാൾ ബക്കറ്റ് അങ്ങോട്ട് നീട്ടി അല്ലെങ്കിൽ മുസാഫത്തിന് കൈയാണ് നീട്ടി അതിന് വേണ്ടിയിട്ട് അയാളെ ക്രൂശിക്കാനോ എതിർക്കാനോ ഒന്നും നിൽക്കണ്ട. കാരണം അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ വണ്ടിയന്മാരും ഉണ്ട്. ഏതായാലും ഒഴിവാക്കായിരിക്കും നന്നാവുക കേട്ടോ.